ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പുണ്യമാസത്തിൻ്റെ തുടക്കമാണ്. നൊയമ്പിൻ്റെയും അല്ലേ, അതിതീവ്രമായ ചൂട്, അതിലുപരി അതിതീവ്രമായ രീതിയിൽ നമ്മളെടുക്കുന്ന നൊയമ്പുകൾ, ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇനി നമ്മളിലേക്കൊക്കെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഞങ്ങൾ ഇവിടെ മാവേലിക്കരയാണെന്ന് പറഞ്ഞിരുന്നല്ലോ സ്ഥലം. നമുക്കിവിടെ ഓണാട്ടുകര എന്നാണ് നമ്മുടെ സ്ഥലം അറിയപ്പെടുക. ഓണാട്ടുകരയുടെ ഉത്സവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുംഭഭരണി എന്ന് പറയും. കുത്തിയോട്ടം, കുംഭഭരണി, അങ്ങനെയുള്ള വിശേഷങ്ങളുടെ നാടുകൂടിയാണ് നമ്മുടേത്. അപ്പം നമുക്കിവിടെ കുംഭഭരണി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സഹോദരങ്ങൾ നൊയമ്പെടുക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു മഹനീയമായ അവസ്ഥയിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമുക്കിപ്പോൾ വന്നിട്ടുള്ള കുറച്ച് റെയർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നൂടെ ഒന്ന് നോക്കിയേക്കാം. ഇത് നിങ്ങൾ നേരത്തെ കണ്ട അഗ്ലോണിമയാണ്. ഇത് വൈറ്റ് ലെഗസിയാണ്. പിന്നെ വന്നിട്ടുള്ള ഒരു റെയർ പ്ലാന്റ് എന്ന് പറയുന്നത് പ്രക്കായിപ്പറ്റ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരെണ്ണേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സ് പെട്ടിട്ടുള്ള ഒന്നാണിത് കേട്ടോ, പ്രക്കായിപ്പറ്റ. പിന്നെ വന്നിട്ടുള്ളത് 9 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. ഇത് 5 എണ്ണം നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ബുഷിയായിട്ടുള്ള കാണിക്കാം. ഉണ്ടോ, ഇത്രയും വലിപ്പമുള്ള നല്ല പ്ലാന്റ്സാണ് 9 ക്യാരറ്റിൻ്റെ വന്നേക്കുന്നത്. ഇത് ഡ്രാഗൺ ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. കണ്ടോ, പ്ലാന്റ് സൈസ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ വില അപാരമാണ്. വളരെ ഭംഗിയുള്ള ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഒരു നാരോ ആയിട്ട് വന്നിട്ടുള്ള അതിൻ്റെ ഇലകളും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ലൈനും, ഇതൊക്കെയാണ് ഈ അഗ്ലോണിമയുടെ പ്രത്യേകത. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് ഗോൾഡ് സ്റ്റാർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, ഗോൾഡ് സ്റ്റാർ. ഇതും ഒരെണ്ണേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ റെഡ് സ്കൈലൈൻ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്, റെഡ് സ്കൈലൈൻ. ഈ കാണിച്ചിരിക്കുന്ന ഈ 3 എണ്ണവും, 3 പ്രക്കായിപ്പറ്റൂടെ കൂട്ടി ഈ 4 എണ്ണവും നമുക്ക് ഓരോന്ന് വീതമേ വന്നിട്ടുള്ളൂ കേട്ടോ. പ്രക്കായിപ്പറ്റ്, പിന്നെ ഏതായിരുന്നു, ഡ്രാഗൺ ഡൗണ്, പിന്നെ ഗോൾഡ് സ്റ്റാർ, റെഡ് സ്കൈലൈൻ. ഇതിത്രയും നമുക്ക് ഓരോന്ന് മാത്രമാണ് വന്നേക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് നോക്കിക്കോളൂ. ഇതാണൊന്ന്, ഇത് ഗോൾഡ് സ്റ്റാർ, ഇത് റെഡ് സ്കൈലൈൻ. വലിയ പ്ലാന്റാണിത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു 4 പ്ലാന്റ്സ് എന്ന് പറയുന്നത് പനാമയാണ്. പനാമയുടെ വലിയ പ്ലാന്റാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. പനാമ എന്നും ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പനാമയുടെ വലിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. 4 എണ്ണം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഈ വെളിയിൽ നിന്നുള്ള തായ്ലൻഡിൽ നിന്നും ഈ ഫിലിപ്പീൻസിൻ്റെയൊക്കെ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന പ്ലാന്റ് ഇതാണ്. സിയാം പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാന്റ് നമ്മൾ കൊതിയോടുകൂടി നോക്കിയിട്ടുണ്ടല്ലേ. സിയാം പെർഫെക്റ്റ് കണ്ട, അതിന് നമുക്ക് 2 എണ്ണം വന്നിട്ടുണ്ട്. 2 പ്ലാന്റ്സാണ് വന്നിരിക്കുന്നത്. ഇത് യെല്ലോ സിയാമും ഇത് ഗ്രീനും, അങ്ങനെയാണിത് വന്നിരിക്കുന്നത്. കണ്ടോ, യെല്ലോയ്ക്ക് ഒരു ബേബി പ്ലാന്റ് കൂടി വരുന്നുണ്ട്. കണ്ടോ, നമ്മൾ വളരെ കൊതിയോടുകൂടി കണ്ടിട്ടുള്ളൊരു പ്ലാന്റാണിത്. കണ്ടോ, അതിൻ്റെ ആ ലീഫിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ചെടി ഇത്രയും ആൾക്കാരിലേക്ക് എത്താനുള്ള ഒരു കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയാണ്. കണ്ടല്ലോ. പിന്നെ ഹാർലിക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് പിന്നെ വന്നിരിക്കുന്നത്. ഹാർലിക്യൂൻ ഇത്രയും വലിയ പ്ലാന്റാണ്. അതും നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. ഹാർലിക്യൂൻ ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെയർ പ്ലാന്റ്സ് നമുക്ക് വന്നേക്കുന്നത്. ഹാർലിക്യൂന്, സിയാം ഗ്രീൻ ആൻഡ് യെല്ലോ, പീച്ച് പനാമ, പിന്നെ ഡ്രാഗൺ, ഗോൾഡ് സ്റ്റാർ, റെഡ് സ്കൈലൈന്, 9 ക്യാരറ്റ്, പ്രക്കായിപ്പറ്റ്, പിന്നെ നമ്മുടെ ലെഗസി. പിന്നെ ഇന്ന് 2 പേര് ഓർഡർ തന്നിട്ടുള്ളതുകൊണ്ട് 2 സോമ്പറ്റൂടെ വന്നിട്ടുണ്ട്. അത് ഒരെണ്ണം ഓർഡർ തന്ന് ഒരു പൈസ അടച്ചിട്ടിരിക്കുന്നതാണ്. ഇനി ഒരെണ്ണം വേറെ ആൾ പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അവർ വിളിച്ചിട്ടില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 884829
6441 നമ്പറിലേക്കൊന്ന് മെസ്സേജ് ചെയ്തേക്ക്. എല്ലാവരും നൊയമ്പിൻ്റെയും ഭക്തിയുടെയും ഒക്കെ ആ ഒരവസ്ഥയിലൂടെ കടന്നു പോവാണ്. എല്ലാവർക്കും വളരെ വളരെ സമാധാനത്തോടു കൂടി, വളരെ ഭക്തിയോടുകൂടി ഈ നൊയമ്പ് കാലം പൂർത്തിയാക്കാൻ എല്ലാവരും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത ദിവസം വേറെ കുറച്ച് പ്ലാൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ.